നമസ്കാരം. സ്ഥലത്തിൻ്റെ പരിമിതിയാണ് കൃഷിയിൽ നാം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. എന്നാൽ ഇത്തിരി ഇടത്ത് തന്നെ നമുക്ക് വേണ്ടതെല്ലാം കൃഷി ചെയ്യാനാകും. അതിന് സഹായിക്കുന്ന അനേകം കൃഷി രീതികളുണ്ട്. അതിലൊന്നാണ് ഇരട്ട വാഴ കൃഷി. ഒരു കുഴിയിൽ തന്നെ 2 വാഴ നടാം. ഒരു കുഴിയിൽ നിന്ന് 2 കുലകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇത് സഹായിക്കും. വലിയ തോതിൽ വാഴ കൃഷി ചെയ്യുന്നവർക്ക് ഇരട്ട വാഴ കൃഷിയിലൂടെ 40% കൂലി ചിലവ് കുറയ്ക്കാനാകും. ഒരു വാഴയ്ക്ക് നൽകുന്ന വളത്തിൻ്റെ 33% വളം മാത്രം അധികം നൽകിയാലും മതിയാകും. ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കുന്നതിനായി ഇരു വാഴകൾ തമ്മിൽ കൂട്ടി കെട്ടുകയുമാകാം. ഇങ്ങനെ ഇരട്ട വാഴ കൃഷിയിലൂടെ കൃഷി ചിലവ് കുറയ്ക്കുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഒപ്പം സ്ഥലത്തിൻ്റെയും വെള്ളം, വളം എന്നിവയുടെയും പരമാവധി ഉപയോഗവും സാധ്യമാക്കുവാനുമാകും. എന്നാൽ ഇരട്ട വാഴ കൃഷി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടയകലം തന്നെയാണ് ഇതിന് പ്രധാനം. സാധാരണ വാഴക്കൃഷിയിൽ വരികൾ തമ്മിൽ 2 മീറ്റർ അകലം നൽകുമ്പോൾ ഇരട്ട വാഴക്കൃഷിയിൽ 3 മീറ്റർ അകലം നൽകണം. കുഴികൾ തമ്മിൽ 2 മീറ്റർ അകലം മതിയാകും. 50 സെൻറ്റിമീറ്റർ നീളവും ആഴവും വീതിയുമുള്ള കുഴികളെടുത്ത് അതിലേക്ക് കന്നുകൾ നടാം. നടുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ കുഴികളെടുത്ത് കുമ്മായം ചേർത്ത് മണ്ണ് വെയിൽ കൊള്ളിക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കുഴിയിൽ 10 കിലോഗ്രാം കാലിവളം മേൽമണ്ണുമായി ചേർത്ത് നിറയ്ക്കാം. ടിഷ്യൂ കൾച്ചർ വാഴകളോ കന്നുകളോ നടാനായിട്ട് ഉപയോഗിക്കാം. ടിഷ്യൂ കൾച്ചർ വാഴകൾ നടുമ്പോൾ ഒരേ പ്രായത്തിലുള്ളവ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഉൽപാദനക്ഷമതയുള്ള മാതൃ വാഴകളിൽ നിന്ന് 3-4 മാസം പ്രായമായ സൂചി കന്നുകൾ നടാനായിട്ട് തിരഞ്ഞെടുക്കാം. കന്നുകൾക്ക് 700 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കണം. നന്നായി ചെത്തി വൃത്തിയാക്കിയ കന്നുകൾ ചാണകവും ചാരവും അടങ്ങിയ കുഴമ്പിൽ മുക്കി 4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കുക. അതിനുശേഷം നടാനായിട്ട് ഉപയോഗിക്കാം. കന്നുകൾ വ്യത്യസ്ത ദിശയിലേക്ക് വി ആകൃതിയിൽ വളരുന്നത് കുലകൾ എതിർ ദിശയിലായിരിക്കുവാനായിട്ട് സഹായിക്കും. വിളവെടുപ്പ് എളുപ്പമാക്കാൻ ഇത് ഏറെ ഗുണം ചെയ്യും. ഇതിനായി മാണഭാഗം കുഴിയുടെ ഉള്ളിലേക്ക് മുഖാമുഖമായി വരത്തക്ക രീതിയിൽ കന്നുകൾ എതിർ ദിശകളിലേക്ക് ചരിച്ച് വയ്ക്കാം. കന്നുകൾ തമ്മിൽ 30 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ അകലം പാലിക്കണം. കന്നുകാലികൾ, കോഴി, താറാവ് എന്നിവ ഉൾപ്പെടുന്ന സംയോജിത കൃഷി രീതിയിൽ ഇരട്ട വാഴ കൃഷി കൂടി ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണകരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.